വീരമൃത്യു വരിച്ച നൌഷാദിന്റെ മരണത്തെ പോലും വർഗീയവത്കരിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന്റെ കുടുംബത്തിന് സഹായം എത്തിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. മുസ്ലിമായി മരിക്കാൻ കൊതിയാകുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. വല്ല അപകടം വന്ന് മരിക്കുന്നത് മുസ്ലിമായിട്ട് മരിക്കണത് എന്നാലേ ഗുണമുള്ളൂ. അത് തമാശ. ഈയിടെ നിങ്ങൾ കണ്ടോളൂ, നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹാൻഡ്ബോൾ മത്സരത്തിന് പോയി 3 കുട്ടികൾ മരിച്ചുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൌഷാദ് മരിച്ചുപോയി. ആ നൌഷാദ് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടിലൊരാൾക്ക് ജോലിയെ കൊടുത്തു. ഇവിടെ ജാതിയില്ല മതയില്ലെന്ന് വളർത്തുന്നില്ലേ? മരിക്കണമെന്ന് മുസ്ലിമായിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളോട് ഉണ്ടായി, പ്രതികരണങ്ങളുണ്ടായി. പിണറായി വിജയൻ PB അംഗം പ്രതികരിച്ചു. KPCC അധ്യക്ഷന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വെങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക താല്പര്യത്തിനോ സ്ഥാനമോഹത്തിനോ അടിപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന വിഭാഗമല്ല SNDPയിൽ അണിനിരന്നിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പമല്ലാതിരുന്ന മതനിരപേക്ഷ മനസ്സിലെ ഒരു ഭാഗം ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഈ പ്രക്രിയ ശക്തിപ്പെടുമെന്നാണ്. ഈ 4 മാസക്കാലം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിശ്ചിതമായ തീരുമാനം വേണം. നേരത്തെ നിശ്ചയിച്ചു വെച്ച കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഇടപെടൽ വേണം. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കും. എല്ലാ തരത്തിലുള്ള അഴിമതി നീക്കങ്ങളെയും ചെറുക്കാൻ കഴിയണം. ചിലരെ മാരീച വേഷം കെട്ടി വരും എന്ന് കണ്ടോളണം. ചിലപ്പോൾ ഒരു അഭ്യുദയകാംക്ഷിയുടെ മട്ടിലായിരിക്കും വരിക. വീഴ്ത്തലാണ് ഉദ്ദേശം എന്ന് തിരിച്ചറിയാൻ കഴിയണം. അത്തരത്തിലുള്ളവരോട് ഒരു ദയാദാക്ഷിണ്യവും വേണ്ട, ആട്ടി അകറ്റിക്കൊള്ളണം. പിണറായി വിജയന്റെ വാക്കുകളാണ് കേട്ടത്. ഒരുപക്ഷെ കേരളം ഇന്നും നെഞ്ചോട് ചേർക്കുന്ന നൌഷാദിനെതിരെ വർഗീയ വിഷം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം PM മനോജ് മാധ്യമപ്രവർത്തകൻ ചേരുന്നു. ഒപ്പം KPCC ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദ്, ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. തോമസ് ഐസക്, ഒരുപക്ഷെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് വാക്ക് പിഴയ്ക്കുകയാണോ അതോ ബോധപൂർവം അതിലേക്ക് ഒരു അജണ്ട, തൻ്റെ മുന്നിലുള്ള ഒരു അജണ്ട അത് പ്രകടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരുപക്ഷെ മരണത്തെ പോലും വർഗീയവൽക്കരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ സമത്വ മുന്നേറ്റ യാത്ര എന്ന അതിൻ്റെ വാചകം പോലും ഏതർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും? നാവ് പഴക്കുന്നതല്ല ഇത്. കാരണം ഒരു തവണയല്ലല്ലോ, ഓരോ പ്രസംഗം കഴിയും തോറും കൂടുതൽ വർഗീയവും വഷളായിട്ടുള്ള വർത്താനമല്ലേ പറയുന്നത്. RSSനേക്കാൾ വലിയ വർഗീയവാദിയാണ് താനും സ്ഥാപിക്കാനുള്ള പ്രശ്നം. പക്ഷെ ഇത് എല്ലാ സീമകളെയും ലംഘിക്കുന്നതാണ്. വേറൊന്നുമില്ലെങ്കിൽ ഏത് ജാതി ഏത് മതം എന്ന് നോക്കാതെ, അല്ലേ ഗുരുധർമ്മം, മരണത്തോട് മല്ലടിക്കുന്ന 2 പേരെ രക്ഷിക്കാൻ വേണ്ടി 2 വട്ടം ചിന്തിക്കാതെ ചാടി ഇറങ്ങിയ ആ മനുഷ്യത്വത്തെ അംഗീകരിക്കണ്ടേ? എന്നാൽ ഗുരുധർമ്മം പ്രചരിപ്പിക്കാനെന്ന് പറഞ്ഞിറങ്ങുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ ഗുരുധർമ്മം പോട്ടെ, മനുഷ്യത്വം പോലും അന്യം വന്നുകൊണ്ടിരിക്കുന്നു ഈ പുതിയ കൂട്ടുകെട്ടിൽ എന്നുള്ളതാണ് തെളിയുന്നത്. ഒരുപക്ഷെ ഏത് രീതിയിലുള്ള, കാരണം രാഷ്ട്രീയ തലത്തിലാണെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് മറുപടി നൽകാം. ഇത്തരം പരാമർശങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഒരുപക്ഷെ സാംസ്കാരിക കേരളം, പലതരത്തിലുള്ള
ഔന്നത്യങ്ങളോ അല്ലെങ്കിൽ ആശയ പോരാട്ടങ്ങൾ നടത്തിയാൽ പോലും നമ്മുടെ സംഭാഷണങ്ങൾ പോലും നമ്മൾ പരിമിതപ്പെടുത്തി ഒരു സീമ നമ്മൾ പലപ്പോഴും ഇടാറുണ്ട് രാഷ്ട്രീയ എതിരാളികളോട് പോലും സംസാരിക്കുമ്പോൾ. ഇത്തരം സംസാരങ്ങൾക്ക് ഒരുപക്ഷെ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അർഹിക്കുന്നത് ശ്രീ തോമസ് ഐസക്? രണ്ടുണ്ട്. ഒന്ന്, ഈ RSS BJPയുമായി ചേരുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം വെള്ളാപ്പള്ളി എപ്പോഴും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങള് പറയും, തിരിച്ചും പറയും. പക്ഷെ ഇപ്പൊ അതില്ലല്ലോ. RSSും BJPയും ചേർന്നോടുകൂടി അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ മാറിയ മട്ടിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഈ വർഗീയത, BJP ബാന്ധവം മനുഷ്യന്മാരെവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു ദൃഷ്ടാന്തം തുറന്നു കാണിക്കാം. രണ്ടാമത്, ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന സമുദായ അംഗങ്ങൾ ഇങ്ങനൊരാളെ തങ്ങളുടെ നേതാവായിട്ട് തുടരണോ വേണ്ടിയെന്ന് ആ സമുദായത്തിനുള്ളിൽ ആലോചിക്കുന്നത്. ആ സ്ഥാനം വെച്ചുകൊണ്ടല്ലേ ഇതെല്ലാം പുലമ്പുന്നത്. അതൊരു സാംസ്കാരിക കേരളം എവിടെയെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണെന്ന് ഒരു സമുദായ പ്രവർത്തകൻ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാൻ പറ്റുക ഇതുപോലുള്ള പ്രസ്താവനകൾ ഉണ്ടാവുമ്പോൾ? അതുകൊണ്ടൊരു സംശയവും വേണ്ട, അങ്ങനെയും ചില പുനർവിചിന്തനങ്ങള് സ്വാഭാവികമായിട്ടുണ്ടാകും. മടങ്ങിയെത്താം ശ്രീ തോമസ് ഐസക്, ദയവായി തുടരുക. ശ്രീ ശരചന്ദ്ര പ്രസാദ്, ഒരുപക്ഷെ ഈ ലേബലിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് അക്കൗണ്ടിലേക്ക് പോവുക, SNDPയുടെ അക്കൗണ്ടിലേക്കായിരിക്കും സ്വാഭാവികമായും പോവുക. ഏത് പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയാലും ഇതുകൂടി ആ രീതിയിലേക്കാണോ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നത്? കാരണം സമത്വ മുന്നേറ്റ യാത്ര എന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുമ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് ഇന്നുണ്ടായ പ്രതികരണം എത്രത്തോളം സീമ ലംഘിക്കുന്നതാണ്? തൊഗാഡിയ ആയി മാറുന്ന ഒരു വെള്ളാപ്പള്ളിയാണോ ഇപ്പോൾ യാത്രയ്ക്ക് ശേഷം കാണേണ്ടി വരുന്നത്? ഒരുപക്ഷെ VM സുധീരൻ അടക്കം മുന്നോട്ട് വെച്ച വാദതകൾ മുഖവിലക്കെടുത്താൽ. ഗുരുവിനെ, ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ ആ വാക്കുകളെ നേരെ എടുത്താൽ തന്നെ അറിയാം അതൊരു ഗുരുനിന്ദയായി നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വെള്ളാപ്പള്ളി നടേശനെ പോലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ത് വികാരത്തിൻ്റെ പേരിലായാലും ഇന്ന് വരെ കേരളത്തിൽ BJPക്കാർ പോലും പറയാത്ത, RSSകാർ പോലും പറയാത്ത കടുത്ത വാക്കുകളാണ്, മതവിദ്വേഷം ജ്വലിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് പറഞ്ഞത്. ഈ മലബാറിൽ ഒരു മുസ്ലിം ഓട്ടോറിക്ഷയുടെ ചെറുപ്പക്കാരൻ മാൻഹോളിലേക്ക് ചാടി 2 പേരെ രക്ഷപ്പെടുത്തിയത് ആ മാൻഹോളിൽ വരുന്ന 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ഹിന്ദു ആണോ മുസൽമാനാണോ നോക്കിയിട്ടല്ല ആ ചെറുപ്പക്കാരൻ ചാടി. ആ ചെറുപ്പക്കാരൻ ഇതാദ്യമായിട്ടല്ല, ഒരുപാട് സംരംഭങ്ങളിൽ ഒരുപാട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു തൊഴിലാളി പ്രവർത്തകനാണ്. ഒരു അസാധാരണ തൊഴിലാളിയാണ്. ജീവിതഭാരം, കുടുംബഭാരം ഒരുപാട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സ്വന്തം ജീവനെയോ സ്വന്തം കുടുംബത്തെയോ ഒരു നിമിഷം ആലോചിക്കാതെ ആ 2 ജീവനുകൾ നഷ്ടപ്പെട്ടാൽ 2 കുടുംബങ്ങൾ അനാഥമാകും എന്നിവിടെ 2 സഹജീവികൾ, തൊഴിലാളികളായ 2 പേരുടെ ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹം മാൻഹോളിലേക്ക് ഒരു വീണ്ടും വിചാരവുമില്ല എടുത്ത് ചാടിയതാണ്. അവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ദളിതനോ ഗിരിജനോ ഒന്നും അവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. മനുഷ്യത്വമാണ്. ആരെ തൃപ്തിപ്പെടുത്തുക, അതായിരിക്കും ഒരുപക്ഷെ. കാരണം പ്രതികരണം ഇത്രത്തോളം ധൈര്യത്തോടു കൂടി, കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഒരു പക്ഷേ സ്വാഭാവികമായും ഉണ്ടാകുമെന്നൊരു ബോധ്യം എന്തായാലും വെള്ളാപ്പള്ളിക്ക് അടക്കമുണ്ട്. ഇത്രത്തോളം ഒരു ധൈര്യത്തോടു കൂടി, ഇത്രത്തോളം സാംസ്കാരിക തലത്തിൽ, ദേശീയ തലത്തിൽ പോലും ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾക്കെതിരെ വലിയ തോതിൽ ശബ്ദിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം വെള്ളാപ്പള്ളിക്ക് എങ്ങനെ ലഭിക്കും? സ്വാഭാവികമായി അദ്ദേഹം ഈ ജാഥ നടത്തി കഴിയുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. രാഷ്ട്രീയ പാർട്ടിക്കൊരു ഹിന്ദുത്വ അജണ്ട, BJPയേക്കാൾ വലിയൊരു ഹിന്ദുത്വ അജണ്ട, അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകളിലുള്ളതല്ല. ഹിന്ദുത്വ അജണ്ട അത് SNDP യോഗത്തിൻ്റെ നിഘണ്ടുവിലോ അജണ്ടയിലോ ഉള്ളതല്ല. ഹിന്ദുത്വ അജണ്ട SNDPയുടെ നേതൃത്വത്തിൽ പണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങളൊരു മുന്നേറ്റം ഒരു കാലത്ത് നടത്തിയിരുന്നു. അതെല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ഘട്ടത്തിലാണ്. കാര്യം പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയും സമൂഹത്തിലെ
പൊതുവായ പിന്നോക്കാവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഭൗതികമായ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത്, അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക്, RSS കവച്ച് വയ്ക്കുന്ന, BJP കവച്ച് വയ്ക്കുന്ന തരത്തിലൊരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് പോവുക എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ അതിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം തീർച്ചയായും അതാണ് ശ്രീ PM മനോജ്. അങ്ങ് എന്തായാലും ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ്. ഇവിടെ കാര്യങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെ മുന്നോട്ട് വെച്ച് അതിലൂന്നിയുള്ള ഒരു യാത്ര എന്നൊക്കെ തന്നെ വ്യാഖ്യാനം ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. സമത്വ മുന്നേറ്റ യാത്ര, ഹിന്ദുത്വ സമത്വം എന്ന രീതിയിൽ അദ്ദേഹം പറയുമ്പോഴും ഒക്കെ ഒരുപക്ഷെ കാസർഗോഡ് നിന്നും യാത്ര തുടങ്ങിയ വെള്ളാപ്പള്ളി ഇത്രത്തോളം അതിഭീകരമായ രീതിയിലുള്ള പ്രസ്താവനകളിലേക്കൊക്കെ പോകുമെന്ന് താങ്കൾ കരുതിയിരുന്നു? ഇല്ല, വെള്ളാപ്പള്ളിയുടെ ഗുരു ഇപ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. യാത്ര തുടങ്ങുമ്പോൾ തന്നെ വന്നൊരു പ്രശ്നം, ആ യാത്രയിൽ ഒരിടത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ വെള്ളാപ്പള്ളി നേരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഗോഡ്സെയുടെ ശബ്ദമാണ് ഈ ഇദ്ദേഹത്തിലൂടെ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ വലിയ തോതിൽ കേരളം ഏറ്റെടുത്ത് ഇപ്പോൾ പീപ്പിൾ TV ക്യാമ്പയിൻ നടത്തുകയാണ്. നൗഷാദിൻ്റെ ധീരത അത് അംഗീകരിക്കണം, അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം എന്നാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ വാർത്ത ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ സ്ട്രോൾ പോവാണ്. അപ്പോൾ അത്രയും വലിയ തോതിൽ ജനങ്ങൾ ഏറ്റെടുത്ത, മനുഷ്യർ ഏറ്റെടുത്ത ഒരു സംഭവം, ആ സംഭവത്തെ വളരെ ലാഘവത്തോടെ അതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറയാനുള്ള മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു സഖാവ് പിണറായി പറഞ്ഞതാണ്, വെളിവില്ലായ്മയാണ്. ഈ അധികാരമോഹം, ആർത്തി, അതുപോലെ ഈ പിന്നെ പ്രശസ്തിയോടുള്ള വല്ലാത്തൊരു അഭിനിവേശം, ഇതൊക്കെ വെള്ളാപ്പള്ളിയെ ചെന്ന് എത്തിച്ചിരിക്കുന്നത് ഈ വെളിവില്ലായ്മയിലാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ ശരത്തിനോട് ഞാൻ ചോദിച്ചൊരു കാര്യം, ഇതിൻ്റെയൊക്കെ തന്നെ ബാധ്യത പോകുന്ന ആരുടെ അക്കൗണ്ടിലേക്കാണ്? SNDPയുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അത് ഗുരുതരമല്ലേ? തീർച്ചയായും ഗുരുതരമാണ്. എന്താണെന്നറിയോ, ഈ വലിയ ജാഥ നടക്കുന്നു, മാമാങ്കം നടക്കുന്നു, ഇതിൻ്റെയൊക്കെ പണം SNDPയുടെ കണക്കിൽ നിന്നാണ് പോകുന്നത്. SNDPയുടെ ചെലവിലാണ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നു എന്നാണ് ഇപ്പോൾ പത്രങ്ങളിലെല്ലാം വാർത്ത വരിക. അതുകൊണ്ട് തന്നെ ഇത്രയും വർഗീയ വിഷം, എനിക്ക് അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു ഗൗരവം കാണേണ്ടത്, ഇദ്ദേഹം പറഞ്ഞല്ലോ, നൗഷാദിൻ്റെ പേര് പറഞ്ഞല്ലോ, അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് വന്ന കയ്യടി ഉണ്ടല്ലോ, അപ്പോൾ അതായത് ചുറ്റുമുള്ള ആളുകളെ പോലും ഇങ്ങനെ വർഗീയവൽക്കരിക്കാനോ വല്ലാത്ത, അതായത് ഒരു അഴുക്ക് ചാല് നന്നാക്കുമ്പോൾ അതിൽ വീണിട്ടാണ്, അതിലെ ഈ വിഷവാതകം ശ്വസിച്ചിട്ടാണ് നൗഷാദ് മരിച്ചത്, 2 തൊഴിലാളി മരിച്ചത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വരുന്ന അതിനേക്കാൾ കടുത്ത ദുർഗന്ധമാണ്, ഈ അഴുക്ക് ചാലിലുള്ള ദുർഗന്ധം ഉണ്ടല്ലോ, അതിനേക്കാൾ കടുത്ത ദുർഗന്ധമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് ഇനി ആ നാവെന്ന് വന്നാൽ, അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നൊരു സംശയം ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിനുണ്ട്, എനിക്കുണ്ട്. കാരണം ഇത്രയും ഒരു വൃത്തികെട്ട കേസാണല്ലോ. സാധാരണ മാനസികാവസ്ഥയുള്ളവർ ചർച്ച ചെയ്യുകയല്ല ചെയ്യുക, മുക്കാലിയിൽ കെട്ടി അടിക്കുക ചെയ്യുക. അത്രയും മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു പൊതുപ്രവർത്തകന്, ഒരു സമുദായ പ്രവർത്തകന് അതല്ല, സാധാരണ ഒരു പ്രവർത്തനവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ പറയാൻ പാടില്ലാത്തത്രയും വൃത്തികെട്ട. ഒരുപക്ഷെ ഈ ആരെ തൃപ്തിപ്പെടുത്തുക, ഒരുപക്ഷെ BJPക്കാർ പോലും ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയാത്ത വാചകങ്ങൾ കടമെടുത്ത് പ്രയോഗിക്കണമെങ്കിൽ ഇത്രത്തോളം ധൈര്യം വെള്ളാപ്പള്ളിക്ക് ഇവിടെ നിന്ന് വരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ചർച്ച ചെയ്യപ്പെടുമെന്ന ബോധ്യം എന്തായാലും വെള്ളാപ്പള്ളിക്കുണ്ട്. എവിടെ നിന്ന് ഇത്രത്തോളം ധൈര്യം വെള്ളാപ്പള്ളിക്ക് കിട്ടും? അവിടെയാണ് വെളിവില്ലായ്മയിൽ നിന്നുള്ള ധൈര്യമാണ്. എന്ന് മാത്രമല്ല, ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് എന്തും ചെയ്തു കൊടുക്കും എന്ന അഹന്തയുമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അതല്ല എന്നാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആറ്റിങ്ങിൽ എത്തുമ്പോഴേക്ക് ഈ ട്രൗസറായി മാറുമെന്ന്, കാക്കി ട്രൗസറായി. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ തുണിയില്ലാത്ത അവസ്ഥയിൽ, അതായത് നാണം മാനം എന്നൊക്കെ പറയുന്നതാണല്ലോ മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കുന്ന കാര്യങ്ങൾ സാമൂഹികമായി, അതില്ലാത്ത അവസ്ഥയിലേക്ക് വെള്ളാപ്പള്ളി പോകാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണിത്. യെസ്, തീർച്ചയായും. നമ്മോടൊപ്പം ശിവൻ മഠത്തിൽ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശിവൻ മഠത്തിൽ, ചർച്ച മറ്റ് വിഷയമാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ട സമൂഹ മാധ്യമങ്ങളിലടക്കം നെഞ്ചോട് ചേർത്ത് ഒരുപക്ഷെ ആദരിച്ചുകൊണ്ട് നൗഷാദിനെ അടക്കം പേര് പ്രൊഫൈൽ പിക്ചറായി പോലും നവസമൂഹം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം ഒരു സമുദായ ആചാര്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നില്ലേ? മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ കൂടിയും പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് വർഗീയത അടക്കം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത സമൂഹത്തിൽ ഇത്തരം വാക്കുകൾ ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന്? ഗൗരവമല്ലേ? അല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തികച്ചും നിർഭാഗ്യകരമാണ് ഇത്തരം ഒരു പരാമർശം വന്നത്. നൗഷാദിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ, മറ്റ് മാധ്യമ സംവിധാനങ്ങളിലൂടെ എല്ലാം കണ്ടതാണ്. ശ്രീ തോമസ് ഐസക്കും
ശരത്ചന്ദ്ര പ്രസാദും ശ്രീ മനോജും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ആവർത്തിക്കുന്നില്ല. മനുഷ്യത്വമില്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ പണയപ്പെടുത്തി രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് ആ മാൻഹോളിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയവർ മുസ്ലിമാണോ ഹിന്ദുവാണോ അഹിന്ദുവാണോ ഒന്നും നോക്കിയിട്ടല്ല ശ്രീ നൗഷാദ് അതിലേക്ക് എടുത്തിയാടിയത്. ജീവൻ രക്ഷിക്കുക എന്നുള്ള മനുഷ്യത്വപൂർണമായ മാനുഷിക ധർമ്മമായിരുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ മരണത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ആ മനുഷ്യത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു നെറികെട്ട ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. കേരളീയ സമൂഹം അതിനെ ഒന്നടങ്കം പിന്നെ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കലും കേരളത്തിലെ പോലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു വലിയ മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, നമ്മുടെ മതേതരത്വത്തിൻ്റെയൊക്കെ ചുവട്ടിൽ കത്തിവെക്കുന്ന രീതിയിലാണ് ശ്രീ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നാവ് പിഴച്ചതല്ല, ബോധപൂർവം അദ്ദേഹം പറഞ്ഞതാണ്. ആ പറഞ്ഞത് കേട്ട് കൈയടിച്ചവർ അതിലേറെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്ത ആപൽക്കരമായ ഒരു ചിന്തയായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കേരളീയ സമൂഹം ഒരിക്കലും അത്തരം ചർച്ചകളെയോ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളെയോ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നൗഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് അധിക്ഷേപകരമാണ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയല്ല, അദ്ദേഹത്തിൻ്റെ വെളിവില്ലായ്മ തന്നെ അതിന് പറയുന്നു. ശ്രീ പിണറായി പറഞ്ഞ കാര്യത്തോട് നമ്മൾ എല്ലാവരും യോജിക്കുന്നു. വെളിവില്ലായ്മയാണ് അത് കാണിക്കുന്നത്. അത് വ്യക്തമാണ്. ശക്തിയായ ഇപ്പോൾ CK വിദ്യാസാഗർ നമ്മുടെ മുൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വിദ്യാസാഗർ, താങ്കൾ ഏറെക്കാലം വെള്ളാപ്പള്ളിക്കൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങൾ ഇന്ന് പൊതുജന മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുക്കുകയാണ്. എത്രത്തോളം ഒരുപക്ഷെ ഗൗരവമേറിയതാണ് വിഷയം? ഇതിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് നൽകേണ്ടത്? ഇത് ആ കാലത്തൊന്നും അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് പുതിയതായി കിട്ടിയിരിക്കുന്ന ചില സമ്പർക്കത്തിന്റെ വെളിപാടുകളാണ്. ഞാനൊക്കെ അടുത്തിരുന്ന കാലത്തൊന്നും ഇത്രയൊന്നും ഈ രീതിയിലൊന്നും അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെയൊന്നും സംസാരിക്കാനുള്ള എങ്ങനെ അദ്ദേഹത്തിന് അതിനൊക്കെ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്രീനാരായണ ഗുരുവും അതിനടുത്ത് കുമാരനാശാനും ഒക്കെ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷം മുമ്പേ അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ ആ മനുഷ്യന്റെ ജീവത്യാഗം എന്ന് പറയുന്നത് എല്ലാവരും കേരളത്തിലെ 3.25 കോടി മലയാളികളിൽ ഒരു മനുഷ്യന്റെ പോലും ചിന്തയിലൂടെ പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞ രീതിയിൽ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല. അരിയാഹാരം തിന്നുന്ന മലയാളികൾ എവിടെയെല്ലാം ആ പയ്യന്റെ, ആ ചെറുപ്പക്കാരന്റെ ത്യാഗത്തെ കുറിച്ച് കേട്ടോ അവരുടെ എല്ലാം മനസ്സിൽ ആ ചെറുപ്പക്കാരന്റെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണുള്ളത്. അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറായാലും അതിനെല്ലാം ഹർഷാരവത്തോടു കൂടി നമ്മൾ സ്വീകരിക്കേണ്ട സമയത്ത് തന്നെയാണ് ശ്രീ വിദ്യാസാഗർ. അങ്ങനെ ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും നൊമ്പരപ്പെടുന്ന ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വല്ലാത്തൊരു വലയത്തിൽ തൊഗാഡിയുടെ ഒക്കെ തന്നെ ആ ഒരു ഭൂതം എന്നൊക്കെ ഒരുപക്ഷെ പറയാവുന്ന തരത്തിലേക്ക് ആവാഹിച്ചിരിക്കുകയാണോ വെള്ളാപ്പള്ളി നടേശൻ? കാരണം ഇന്ത്യ ഒട്ടുക്ക് ഒരുമിച്ച് നിന്ന് നെഞ്ചോട് ചേർത്ത് അഭിമാനം കൊള്ളേണ്ട നിമിഷത്ത് ആ യുവാവിനെ ഓർത്ത് മരണത്തിൽ പോലും ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകണമെങ്കിൽ സമനില തെറ്റിയതാണോ, അതോ നാക്ക് പിഴച്ചതാണോ, അതോ മറ്റു രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഗാഡിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ഫാസിസ്റ്റ് ശക്തികളാണെങ്കിൽ പോലും അവരൊന്നും പ്രകടിപ്പിക്കാത്ത തരത്തിലേക്ക് ആ ഒരു പ്രതികരണം വെള്ളാപ്പള്ളി നടത്തിയെങ്കിൽ? ഏറ്റവും അവസാനമായി അല്ല, ഞാനെന്നത് അദ്ദേഹം ഇത് പറയുന്ന സീൻ ഞാൻ TV കണ്ടു, 2-3 ചാനൽ നോക്കി. അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് അതിങ്ങനെ എഴുതി വായിക്കുകയാണ്. അപ്പോൾ നാവുപിഴയല്ല, ഇത് ആരോ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം എഴുതി ഇടയ്ക്കിടയ്ക്ക് നോക്കി പേര് നോക്കി എല്ലാം വായിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ദൂഷിത വലയം അവിടെ ഉണ്ടായിരുന്നു. ആ ദൂഷിത വലയത്തിൽപ്പെട്ട ആരോ ആണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ നോർത്ത് ഇന്ത്യയിലടക്കം അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ അതേ രീതിയിൽ അതേ തോതിൽ വെള്ളാപ്പള്ളി ഒരുപക്ഷെ അവരുടെ വക്താവായി മാറി. പറഞ്ഞത് എന്താണ്, ദേശീയ തലത്തിൽ BJPയുടെ ചില സംഘപരിവാർ ശക്തികൾ പറഞ്ഞതിനേക്കാൾ തീവ്രമായി സംഘപരിവാർ ശക്തികൾ പറയുമ്പോൾ അപൂർവം 1-2 പേരാണ് മുസ്ലിങ്ങൾ എന്ന് പേരെടുത്ത് പറഞ്ഞ് പ്രതിപാദിച്ചത്. പക്ഷേ ഇത് പച്ചയായി ഒരു വാക്കിലല്ല,
ആ പ്രസംഗത്തിൻ്റെ കാൽഭാഗം ഉടനീളം അത് പറയുന്നു. അതിപ്പോൾ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് സ്വയം ഒരു ലജ്ജയും ഒരു പ്രയാസവും വേദനയും ഒക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ മനസ്സിൽ. കാര്യം എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായി എനിക്ക് വർഷങ്ങളെ അടുപ്പവും ബന്ധമുണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഗുരുദേവൻ്റെ ഒരു പേരിലുള്ള ഒരു സംഘടനയായി ബന്ധപ്പെട്ട് അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഞെട്ടലും പേടിയും എനിക്കൊരു ഭയപ്പാടും മനസ്സിൽ. എൻ്റെ കേരളത്തിൽ അതെനിക്കൊരു ഭയപ്പാട്, ഇത് എങ്ങോട്ട് പോകുന്ന ഒരു ഭയപ്പാട് എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ശ്രീ പി എം മനോജ്. ഒരു പക്ഷേ സത്യപ്രാജിയോടൊക്കെ തന്നെ ചേർത്ത് വായിക്കാവുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പ്രതികരണം, അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? മനോഭാവമാണോ? എന്താണ് ഒരു പക്ഷേ തിരുത്തപ്പെടേണ്ടത്? അല്ല, കേരളത്തിൽ BJP ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ ഒരു ശിവസേന ആവാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. അത് BJP സ്പോൺസേഡ്, RSS സ്പോൺസേഡ് ശിവസേന. അതാവണമെങ്കിൽ BJP പറയുന്നതിനേക്കാളും സാധ്വി പ്രാചി പറയുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയണം, പാകിസ്ഥാനെതിരായിട്ട് പറയണം, ഇങ്ങനെ പിന്നെ മറ്റ് ജാതി പ്രശ്നങ്ങളെല്ലാം. അതെങ്ങനെ പുറത്തേക്ക് വരും എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമുണ്ട്. അവരെഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് സംശയം ഈ വായിച്ചത് എന്താണെന്ന് പോലും മുസ്ലിങ്ങൾ മോശമാണ് എന്നല്ലാതെ അതാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. കുറേ കാലമായി അദ്ദേഹം പറഞ്ഞു വരുന്നതാണ് ന്യൂനപക്ഷങ്ങൾ മോശമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു, ഇവർ അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ യഥാർത്ഥത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട വായ്പ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇതൊക്കെ അടിച്ചു മാറ്റി കൊള്ള പലിശ നേടി നിൽക്കുകയാണ് ഇദ്ദേഹം. അത് പുറത്ത് വരുമ്പോൾ ഉള്ള വെപ്രാളം അതിപ്പോൾ ഇങ്ങനെയല്ലാണ്ട് ചില ആളുകൾ ഈ ഉടുതുണി ഉരിഞ്ഞ് തുള്ളൂല്ലേ, കാരണം ശ്രദ്ധ ആകർഷിക്കാൻ. ഈ ജാഥ മൈൻഡ് ചെയ്യാതായിരിക്കുന്നു. ജാഥ ഇപ്പോൾ ആരും നോക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അതിന് തീവ്രമായ വർഗീയത പറയുക, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെളിവില്ല. എല്ലാം ഒരുപക്ഷെ ഞാൻ നേരത്തെ അപകടകരമായ ഒരു പക്ഷേ കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളിലേക്ക് ആ അക്കൗണ്ടിലേക്ക് പോകുന്നു, SNDP എന്ന സമുദായത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അതാണ് ഒരുപക്ഷെ സമൂഹത്തെയും ആ സമുദായത്തെയും മൊത്തത്തിൽ ഒരുപക്ഷെ ഒരു അന്തഛിദ്രമായ തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്താവന അല്ലല്ല. ശ്രീനാരായണ പ്രസ്ഥാനം, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു ഇങ്ങനെയുള്ള മഹാരഥന്മാരിരുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഇത് കഴിയാതിരിക്കും എന്നൊരു ധാരണ വേണ്ട. സ്വാഭാവികമായ ഒരു കുടച്ചിലുണ്ട്. ഈ കുടച്ചിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കുടച്ചിൽ അത് മതനിരപേക്ഷതയുടെ കുടച്ചിലാണ്. ശ്രീനാരായണ ഗുരുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ബഹുമാനത്തിൻ്റെയും കുടച്ചിലാണ്. ആ കുടച്ചിൽ ഇമാതിരി വർഗീയതയിലും തെറിച്ചു പോകുന്നത് ഉറപ്പാണ്. അങ്ങനെ സ്വാഭാവികമായ ദയനീയമായ അന്ത്യത്തിലേക്കുള്ള യാത്രയാണ് വെള്ളാപ്പള്ളി. ഇങ്ങനെ ആലുവ, ഇന്ന് ആലുവയിൽ അവിടെ അദ്വൈതാശ്രമത്തിൽ പോയില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അദ്വൈതാശ്രമം. അവിടെയാണ് മറ്റേ നമ്മുടെ ശാശ്വതീകാനന്ദ മരിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ. ഇങ്ങനെ ഓരോ തരത്തിലും തിരസ്കരിക്കപ്പെട്ട ഒരാളായി അദ്ദേഹം മാറുന്നു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട പിന്നെ അമിത്ഷായ്ക്കും വേണ്ടാതാവും. അതോടെ എടുക്കാത്ത നാണയമായി മാറും. ഇപ്പോഴിതാ ഓരോ യൂണിയനുകളായിട്ട് കേസിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട യൂണിയൻ കുടുങ്ങി, അടൂര് കുടുങ്ങി, ഇപ്പോൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ കേസിലും ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ശരിയാകുന്ന തോതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ തിന്മകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ചെയ്തികൾ തിരിച്ചടിക്കാൻ. തീർച്ചയായും ശ്രീ ശിവൻ മഠത്തിൽ ഒരുപക്ഷെ നിയമതലത്തിൽ നിന്ന് കൂടി നോക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് താങ്കൾ മതനിരപേക്ഷത എന്ന നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും വലിയ പ്രൗഢിയോടുകൂടി കാണേണ്ട ഒരു വാചകം, ആ വാചകത്തിൽ പോലും ഒരുപക്ഷെ ഇല്ലാതാക്കുന്ന, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പല സംസ്ഥാനങ്ങളിലും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെ തന്നെ എതിർത്ത് വലിയ തോതിൽ ഒരു സാംസ്കാരിക മൂല്യം നിലനിർത്തിയിരുന്ന കേരളത്തിൽ നിന്നും ഒരു സമുദായത്തെ, വലിയ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ നേതാവ് ആചാര്യൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ എന്ന രാഷ്ട്രമെന്ന സങ്കല്പത്തിന് പോലും ഇതൊരു വെല്ലുവിളിയാണ്. ഈ നൗഷാദിൻ്റെ ഈ മരണം കോഴിക്കോട് നടക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളായിട്ടുള്ള കോഴിക്കോട്ട് ജനങ്ങൾ ജാതിമത ഭേദമന്യേ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും എല്ലാവരും ഒരു ജാതിയോ മതമോ നോക്കാതെ മനുഷ്യത്വത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ഒക്കെ ഓടിയെത്തിയത് കാണുമ്പോൾ അവിടെ നമുക്കിപ്പോഴും ഈ പറഞ്ഞ മനുഷ്യത്വത്തെയും മതേതരത്വത്തെയും മാനവികതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉദാത്തമായ ആ ഒരു മഹാസങ്കല്പത്തിൻ്റെ ഭാഗമാക്കാക്കുന്ന സമൂഹം ആണ് നമ്മൾ എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയാലും
ഒരിക്കലും കേരളീയ സമൂഹം വഴിതെറ്റിപ്പോകുന്നവരല്ല, മറിച്ച് സത്യത്തെ തിരിച്ചറിയുന്നവരും മനുഷ്യത്വത്തെ തിരിച്ചറിയുന്നവരും ജാതിമത ഭേദം അന്യേ മാനവികതയെ കാണുന്നവരും ആണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ മരണത്തോടനുബന്ധിച്ച് നടന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയവരും അദ്ദേഹത്തിൻ്റെ ആ മരണത്തെക്കുറിച്ച് പ്രതികരിച്ചവരും ഒക്കെ തന്നെ നൗഷാദിനെ ഏറ്റവും ഉദാത്തമായ മാനവികതയുടെ ഉദാത്തമായ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പീപ്പിൾസ് TV നടത്തിയിട്ടുള്ള ഈ ക്യാമ്പയിൻ, അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് നൽകണമെന്നുള്ള ആ ക്യാമ്പയിൻ, എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ ഏറ്റവും അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു പുഷ്പാഞ്ജലിയായിട്ട് ഞാൻ അത് കാണുകയാണ്. ആ രീതിയിൽ അധികാരികൾ കൊടുക്കണം. ഒരുപക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കാം വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് മറുപടി, നിശബ്ദമായ മറുപടി കേരളീയ സമൂഹം അതിലൂടെ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശിവൻ മഠത്തിൽ എന്തായാലും നമുക്ക് അടുത്ത ചർച്ചയിലേക്ക്, സബ്ജക്റ്റിലേക്ക്, വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും BJPയുടെ പ്രമുഖ നേതാക്കന്മാരെ ഈ ചർച്ചയിൽ BJPയുടെ പ്രമുഖ നേതാക്കന്മാരെ ചർച്ചയിൽ വിളിച്ചു. അവരാരും തന്നെ ഈ വിഷയത്തോട്, വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ ഇല്ല എന്നാണ് അറിയിച്ചത്. ചർച്ചയിലേക്ക് ബാർ ലൈസൻസ് ഫീസ് കുറച്ചത് മന്ത്രി കെ ബാബുവിന്റെ ഇടപെടലിനെ തുടർന്നെന്ന് ടാക്സ് സെക്രട്ടറിയുടെ മൊഴി പീപ്പിൾ TV പുറത്തുവിട്ടു. ലൈസൻസ് ഫീസ് 25 ലക്ഷമാക്കി ഉയർത്തണമെന്ന ശുപാർശ 23 ലക്ഷമാക്കി നിജപ്പെടുത്താൻ മന്ത്രി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. ബാറുടമകളുടെ താൽപര്യം സംരക്ഷിക്കാൻ കെ ബാബു നടത്തിയ ഇടപെടൽ മൊഴിയിൽ വ്യക്തം. ബാറുടമകളുമായി നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിൽ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് അറിയിച്ചതായി ബാബുവിന്റെ മൊഴിയും പുറത്തുവന്നു. മന്ത്രി കെ ബാബു വിജിലൻസ് നൽകിയ മൊഴിയുടെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ ബാറുടമകളെ അറിയിച്ചുവെന്നാണ് ബാബുവിന്റെ മൊഴി. ചർച്ചയിൽ നമ്മോടൊപ്പം ശിവൻ മഠത്തിലും ഒപ്പം ശരത്ചന്ദ്ര പ്രസാദും PM മനോജും ജോസഫും പുതുശ്ശേരി കേരള കോൺഗ്രസ് നേതാവും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. PM മനോജ്, ഒരുപക്ഷെ ഇന്ന് പുറത്തു വന്ന കാര്യങ്ങളെ, വസ്തുതകളെ, വിവരാവകാശ രേഖ നമ്മുടെ കൈവശമുണ്ട്. മൊഴി, രഹസ്യമൊഴി, കെ ബാബു നൽകിയ മൊഴിയുടെ പകർപ്പ്, ടാക്സ് സെക്രട്ടറി നൽകിയ സ്റ്റേറ്റ്മെന്റ്, ഈ 3 വിശദാംശങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഒരുപക്ഷെ നമ്മൾ കേട്ടതെല്ലാം സത്യമാവുകയാണോ എന്ന തോന്നലിലേക്ക് അടിവരയിടപ്പെടുകയാണോ? ഈ ചർച്ചയിൽ ടി സിദ്ദിഖ് ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ടി സിദ്ദിഖും അദ്ദേഹം മാത്രമാണ് വന്നത് ചർച്ചയിൽ. ഒരുപക്ഷെ താങ്കൾ നേരത്തെ വെല്ലുവിളിക്ക് ശേഷം അദ്ദേഹം പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം ഉയർത്തി കാണിച്ച ഒരു കാര്യം, ഈ ബിജു രമേശ് കോടതിയിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻ്റാണ്. അതിൽ എവിടെ ബാബു കാശ് ചോദിച്ചു, ബാബുവിൻ്റെ പേരെവിടെ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇതുവരെ പ്രചരിപ്പിച്ചത് ഇങ്ങനെ ഒരു കാശ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഈ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് പ്രചരിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ഭാഗമായി കച്ചവടം നടത്തിയിട്ടില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്, ഇപ്പം ടാക്സ് സെക്രട്ടറി അജിത് കുമാർ ആയാലും ബാബുവിൻ്റെ മൊഴിയായാലും പ്രീ ബജറ്റ് ചർച്ച നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കും എന്ന സൂചന ബാർ ഉടമകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പ്രചരിപ്പിച്ച് അവരുമായി വിലപേശൽ നടത്തിയിട്ടുണ്ട്, അവരെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സ് നടത്തുകയും വലിയ തോതിൽ വർധന വരുന്നു എന്ന് പ്രചരിപ്പിച്ച് അവരുമായി വിലപേശി കാശ് വാങ്ങി പിന്നെ ചെറിയ തോതിലുള്ള വർധന വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായ രേഖകളുണ്ട്. ഇവിടെ അതാണല്ലോ കേസ്. ആ കേസ് അസന്നിഗ്ധമായി ഇവിടെ തെളിഞ്ഞിരിക്കുന്നു ഈ രേഖ. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭാഗത്തുനിന്നും ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു പ്രീ ബജറ്റ് മീറ്റിംഗ് വിളിക്കാനുള്ള നിയമപരമായ ഒരുപക്ഷെ എക്സൈസ് മന്ത്രിക്ക് ഉണ്ടോ എന്നത് സംബന്ധിച്ചും, ഒപ്പം അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായാൽ അവിടെ ഇത്തരത്തിലുള്ള ലൈസൻസിൻ്റെ ഫീസ് അടക്കം നിർണ്ണയിക്കുന്ന ഘട്ടത്തിലേക്ക് ഒരു എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ബജറ്റിന് മുൻപായി എടുക്കാനുള്ള തീരുമാനം നിയമപരമായ എത്രത്തോളം അതിന് ബാധ്യതയുണ്ട്? മാത്രവുമല്ല, നമ്മുടെ മുൻപിൽ ഒരുപക്ഷെ വിവരാവകാശ രേഖ പറയുന്നത് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഡിസ്കഷനേ നടന്നിട്ടില്ല. ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന സംശയം അതാണ്. ഈ ബാബു തന്നെ ഇവിടെ പരസ്പര വിരുദ്ധമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ബാബു പറഞ്ഞത് ഇങ്ങനെ പ്രീ ബജറ്റ് ചർച്ച നേരത്തെ കഴിഞ്ഞ വർഷം നടന്നിരുന്നു എന്ന്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, വിവരാവകാശ രേഖ അനുസരിച്ച് ഇങ്ങനെ ഒരു ചർച്ചയേ നടന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. അതിനർത്ഥം ഇത് രഹസ്യമായി, അതായത് രേഖപ്പെടുത്താനാവാത്ത ചില കാര്യങ്ങളാണ് ബാർ ഉടമകളെ വിളിച്ചും അതുപോലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും ചർച്ച ചെയ്തതെന്നാണ്. അവിടെയാണ് അഴിമതി എന്ന് പറയുന്നത്. ഇതൊക്കെ വിജിലൻസിൻ്റെ മുന്നിലെത്തിയതാണ്. ഈ മൊഴിയും അതിലെ വൈരുദ്ധ്യങ്ങളും ഒക്കെ വിജിലൻസിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്,
അഴിമതി അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. ആ ഇൻറ്റൻഷൻ അഴിമതി നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടി ഇതുപോലുള്ള നിയമവിരുദ്ധവും അല്ലാത്തതും രഹസ്യവും നിഗൂഢവുമായ കാര്യങ്ങൾ നടന്നു. 2, ഈ നിഗൂഢതയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ വിജിലൻസിന് കോടതിയിൽ നിന്നും അത് രഹസ്യമൊഴിയിൽ നിന്നും മറ്റ് അവരുടെ കേസിൻ്റെ ഭാഗമായി ലഭിച്ച മൊഴികളിൽ നിന്നും ബാറുടമകളിൽ നിന്നും ബാബുവിൻ്റെയും ഈ നിയമവകുപ്പ് സെക്രട്ടറിയുടെയും മൊഴിയിൽ നിന്നും കിട്ടിയിട്ടും വിജിലൻസ് ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞ് പ്രഹസനം. ഒരു പക്ഷേ ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, താങ്കൾ എന്തായാലും നിയമപരമായി കാര്യങ്ങളെ നോക്കുന്ന ബോധ്യമുള്ള വ്യക്തിയാണ്. താങ്കളുടെ കൈവശം എന്തായാലും ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പികൾ താങ്കളുടെ കൈവശമുണ്ട്. അവിടെ ടാക്സ് സെക്രട്ടറി വ്യക്തമാക്കി പറയുന്നുണ്ട്, യോഗത്തിന്റെ വിശദാംശങ്ങൾ മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ മുന്നോട്ട് വെച്ച 25 ലക്ഷം ലൈസൻസ് ഫീസ് എന്ന നിർദ്ദേശം ഭേദഗതി ചെയ്ത് 23 എത്തിച്ചിരിക്കുന്നു. ഇതൊരു പക്ഷേ ഒരു കിക്ക് വെരിഫിക്കേഷൻ, അത് വിജിലൻസിന്റെ മാനുവൽ പോലും ഇല്ലാത്ത ഒരു അന്വേഷണ രീതിയാണ് അവലംബിച്ചതെന്ന് പ്രകടമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. എങ്കിൽ പോലും ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊന്നും കാണാതെ പോയത് ഒരുപക്ഷെ സ്വാഭാവികമാണോ, കാണേണ്ടതായിരുന്നില്ലേ? അല്ല, അങ്ങ് പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നമ്മുടെ വിജിലൻസ് മാനുവലിൽ വരാൻ സാധ്യതയില്ല. കാരണം ക്വിക്ക് വെരിഫിക്കേഷൻ QV വരുന്നത് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് ശേഷമാണ്. പക്ഷേ ഇവിടെ ശ്രീ മനോജ് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പിന്നെ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ രഹസ്യമൊഴിയുടെ കോപ്പി എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാനത് നോക്കി. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാബു ഇത്രയും കാലം അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ശക്തമായ നിലപാട്, അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ ചിലരൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും പീപ്പിൾസ് TVയിൽ തന്നെ അത് 1-2 പ്രാവശ്യം അത് വരികയുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ വിവരാവകാശ നിയമം നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നമ്മളെ ഭരിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടുള്ള ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ഞാൻ ചോദിക്കുകയാണ്, വിവരാവകാശ രേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് ഈ പറയുന്ന ദിവസം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടന്ന ഫെബ്രുവരി 4 അങ്ങനെ ഒരു മീറ്റിംഗേ നടന്നിട്ടില്ല. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനോ മീറ്റിംഗോ കൂടിയിട്ടേയില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ മിനിസ്റ്ററും ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ബാറുടമകളടക്കം അവരെ വിളിച്ചു ചേർക്കുന്നു, ലൈസൻസ് ഫീസ് വർദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷന് എല്ലാവരെയും വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ഡീൽ ഉറപ്പിക്കാനായിരുന്നു ഈ യോഗം വിളിച്ചു ചേർത്തത് എന്ന PM മനോജിനെ പോലെയുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളടക്കം ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്കും വരേണ്ടി വരുമോ, നിയമവിദഗ്ധർക്കടക്കം? തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, മന്ത്രിയാകുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു നിയമസഭാ സാമാജികനായി അദ്ദേഹം അധികാരത്തിൽ അല്ലെങ്കിൽ ആ നിയമസഭയിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സത്യപ്രതിജ്ഞയും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന സത്യപ്രതിജ്ഞയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഇപ്പം നടത്തിയിരിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധവും അദ്ദേഹം എടുത്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധവുമായിട്ടുള്ളൊരു നിലപാടാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിന് നന്മയുള്ള ഒരു കാര്യമൊന്നും ആ കാര്യത്തിൽ നമ്മൾ വെളിവാകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ഒരു മീറ്റിംഗ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ദുരുദ്ദേശപരമായ ഒരു കാര്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ജോസഫ് മുതുശ്ശേരി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതുശ്ശേരി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. താങ്കൾ എന്തായാലും ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്, പുതുതായി വന്ന കെ ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ്, പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടന്നു എന്ന് അദ്ദേഹം തന്നെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, ടാക്സ് സെക്രട്ടറി അവിടെ ഈ പറയുന്ന എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 25 എന്ന എക്സൈസ് കമ്മീഷണറുടെ ലൈസൻസ് ഫീസിനെ വെട്ടിമാറ്റി 23 എത്തിച്ചിരിക്കുന്നു. മന്ത്രിയുടെ വ്യക്തമായ ഇടപെടലാണ് അവിടെ ടാക്സ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊക്കെ തന്നെ നോക്കിക്കാണുമ്പോൾ KM മാണിയോട് എടുത്ത സമീപനം, KM മാണിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും ഇതിനെയും കൂടി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങളെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുമോ? ശ്രീ പുതുശ്ശേരി.
ഇതിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന രേഖ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളല്ല മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട രേഖകളാണ്. കാരണം 2013 ഫെബ്രുവരി 4 പ്രീ ബഡ്ജറ്റ് ഡിസ്കഷന് വേണ്ടി മന്ത്രി ബാറുടമകളെ വിളിക്കുന്നു. വിളിച്ച ശേഷം അവിടെ എക്സൈസ് കമ്മീഷണർ മുന്നോട്ട് വെച്ച 25 ലക്ഷം എന്ന ഫീസ് വർധനവ് വേണ്ട, വെട്ടിയ ശേഷം മന്ത്രി തന്നെ 23 ലക്ഷത്തിലേക്ക് ആക്കിയെന്ന് ടാക്സ് സെക്രട്ടറിയുടെ മൊഴി എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടതാണ്. അതെ, ഞാൻ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന രേഖ എന്താണെന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ വിശ്വസിക്കുകയാണെങ്കിൽ ആ രേഖയെ ശ്രീ പുതുശ്ശേരി ആ രേഖയെ പുറത്തുവിട്ടാൽ എന്തായാലും അത് രേഖകളാണല്ലോ, ആ രേഖകളെ വിശ്വസിക്കുകയാണെങ്കിൽ താങ്കളുടെ നിലപാട് കെ എം മാണിയോട് കാട്ടിയതും കെ ബാബുവിനോട് സ്വീകരിച്ച ആ ഒരു അന്വേഷണ രീതിയെ താങ്കൾക്ക് തുലനം ചെയ്യാൻ കഴിയും? ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. താങ്കൾ വ്യക്തതയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബോധ്യപ്പെടുത്തിയത് എനിക്കൊരു വ്യക്തതയില്ല, ഞാൻ രേഖ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്നതിനെ കുറിച്ച് എന്താണെന്ന് അറിയാതാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, എനിക്കതിനെ കുറിച്ച് എന്താണ് എന്നറിയില്ല. നമ്പർ 1. നമ്പർ 2, ഈ കാര്യത്തിൽ ഒരു പ്രകടമായ കാര്യം തന്നെ ഞാൻ പറയുകയാണ്. ആരോപണം ഉന്നയിച്ച ബിജു രമേശ് അടക്കം വിജിലൻസ് അന്വേഷണം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് മാസങ്ങളായിരിക്കുന്നു, ഇതുവരെ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ചില ആളുകളെ തെരഞ്ഞു വിളിച്ച് ക്രൂശിക്കണമെന്ന് മാത്രമേ നിങ്ങളടക്കമുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ അർത്ഥം. ശ്രീ പുതുശ്ശേരി, താങ്കൾ ദയവായിട്ട് ഇപ്പോൾ നേടണം. ശ്രീ പി എം മനോജ്, പുതുശ്ശേരിയുടെ ഈ വാദഗതികളെ എങ്ങനെ കാണേണ്ടി വരും? കാരണം സ്പഷ്ടമായി കാര്യങ്ങളെ ഇപ്പോഴും ഉള്ളിൽ ബോധ്യമുണ്ട്, പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയുന്നുമില്ല. ആക്രമിക്കപ്പെട്ടവൻ്റെ രോഷം നമ്മൾ മാനിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ചില ആളുകളെ തെരഞ്ഞു പിടിക്കാനുള്ള താല്പര്യത്തോടെയാണ് നിങ്ങളും ഞങ്ങളും ഒക്കെ ശ്രമിച്ചത്. അതായത് മാധ്യമങ്ങളും പിന്നെ ആരാ ശ്രമിച്ചത് നമുക്കറിയാം, ഉമ്മൻചാണ്ടിയും. അതായത് അവിടെ 2 നീതിയാണ്. ഒന്ന്, ബാബുവിനെ രക്ഷിക്കാൻ, ബാബുവിനെ കൃത്യമായി രക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ ബാബു നിയമവിരുദ്ധമായി യോഗം ചേർന്നിരിക്കുന്നു. അതായത് ആരെങ്കിലും ഈ ബാർ ഉടമകളെ വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത്ര ലൈസൻസ് ഫീസ് നിശ്ചയിക്കാമെന്ന് പറഞ്ഞ് യോഗം ചേർക്കുമോ ബജറ്റ് മുമ്പിൽ? അപ്പോൾ പ്രകടമായ നിയമവിരുദ്ധമായ കാര്യം ചെയ്തിരിക്കുന്നു. അതിന് തെളിവ് വിജിലൻസിന് കിട്ടിയിരിക്കുന്നു. ആ തെളിവ് ആകെ പൂഴ്ത്തി വെച്ചുകൊണ്ട് ബാബുവിനെ രക്ഷിക്കുകയും എന്നാൽ കെ എം മാണിയെ ശിക്ഷിക്കാൻ അതിനേക്കാൾ കുറഞ്ഞ തെളിവ് ഉപയോഗിക്കുക. 1 കോടി വാങ്ങിയ മാണി ശിക്ഷിക്കപ്പെടുകയും 10 കോടി വാങ്ങിയ ബാബു രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അനീതി. അദ്ദേഹത്തിൻ്റെ രോഷം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖമാണ് നമ്മൾ ഇവിടെ ഈ ചാനലിൽ കാണിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിളഞ്ഞു മറിയുന്ന രോഷമുണ്ട്. ആ രോഷത്തെ മാനിക്കണം. ശരി, അതാണ് ഒരു പക്ഷേ പി എം മനോജിനെ പോലുള്ളവർ ഒരു പക്ഷേ ചോദിക്കുന്നത്. കാര്യങ്ങളെ സ്പഷ്ടമായി ഉള്ളിൽ അറിയാം. കാരണം ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ താങ്കളുടെ വാക്കുകളോട് ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ അന്വേഷണ രീതി, സ്വീകരിച്ച രീതികൾ, കേവലം ഒരു ഡിവൈഎസ്പി എറണാകുളം ജില്ലാ പരിധിയിൽ ഒരു ഡിവൈഎസ്പിയെ കേസ് ഏൽപ്പിക്കുന്നു. അവിടെ നിർണായകമായി വരാവുന്ന കാര്യങ്ങളെ ഒന്നും കണ്ടില്ല നടിക്കുകയും ഇതുവരെ ഏറ്റവും ദിനം പ്രതി പുതിയ തെളിവുകൾ കെ ബാബുവിനെതിരെ വരുന്നു. 13-ലേറെ ബാറുടമകളുടെ മൊഴികൾ വരുന്നു. ഇതൊക്കെ കണ്ടിട്ടുകൂടി ശ്രീ പുതുശ്ശേരി, താങ്കളോട് ഒരു ദയ തോന്നുന്നു, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെ വിവക്ഷിക്കാൻ കഴിയാതെ പോകുന്നു? അങ്ങയുടെ ദയക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പി എം മനോജന്റെ ചിരിയുടെയും എന്റെ രോഷത്തിന്റെയും ആഴമളക്കാനുള്ള അതിന്റെ അളവ് മാതിരി അദ്ദേഹത്തിന്റെ ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കെ എം മാണിയോട് അദ്ദേഹം കാണിക്കുന്ന ഒരു ഔത്സുക്യത്തെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മനോജൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഷയും ഈ സമീപനവും അല്ല സ്വീകരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ടല്ലോ. അപ്പോ പെട്ടെന്ന് ഈ മാറ്റം അവരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരടക്കം കൂടിയിരുന്ന ഒരു യോഗം നടത്തിയ അത് വലിയ പാപമാണ്, നിയമവിരുദ്ധമായ യോഗമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആ വ്യാഖ്യാനത്തെ കുറിച്ച് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. വ്യാഖ്യാനങ്ങളല്ല ശ്രീ പുതുശ്ശേരി, ഞാൻ ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. വ്യാഖ്യാനങ്ങളല്ല, രേഖകളായിട്ടാണ് പുറത്തു വരുന്നത്. വിവരാവകാശ രേഖയിൽ ഒന്ന് പറയുന്നു, മന്ത്രിയുടെ മൊഴി മറ്റൊരു രീതിയിൽ പുറത്തു വരുന്നു, ടാക്സ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് അതേ രീതിയിൽ വരുന്നത്. എന്തായാലും ശരത്ചന്ദ്ര പ്രസാദ് കൂടി നമ്മുടെ ചർച്ചയിലുണ്ട്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഒരു പക്ഷേ കോഴ ചോദിച്ചതിന് തെളിവുണ്ടെങ്കിൽ മാത്രമേ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയുന്ന ആ ഒരു നിയമത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ മുന്നിലേക്ക് എത്തിയ ഇത്തരം ഘടകങ്ങൾ, ഇത് മാത്രമല്ല ഒരു പക്ഷേ ബാബുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അസ്വാഭാവികതകളുടെ കൂമ്പാരമാണ്. ഇതൊക്കെ ഇങ്ങനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാവുന്ന കാര്യങ്ങളാണ്? അതോ ഈ പറയുന്ന വെറും ഹിയർസേ, അവിടെ മാണിയുടെ കാര്യം പറയുന്നത് ഉള്ളി ഹിയർസേ, അത് മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഇക്കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ അത്ര പെട്ടെന്ന് കാര്യങ്ങളെ തള്ളിക്കളയാവുന്നതാണോ? ഇതൊക്കെ കാണുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു പൊളിറ്റിക്സ് ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ.
മാണി സാറിനെ പിടിക്കണമെന്ന് വെച്ചാൽ മാണി സാറിനെ പിടിച്ചു. ഇപ്പോൾ മാണി സാറിനെ പിടിച്ചു കരകരണങ്ങൾ അരിഞ്ഞിട്ടിട്ട് ഇപ്പോൾ സിമ്പതിയാണ്, അയ്യോ കാല് പോയി കൈ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാണി സാറിന്. ഇപ്പോൾ അടുത്ത് നാളെ നിയമസഭ തുടങ്ങുന്നു, കെ ബാബുവിനെ പിടിക്കുക എന്നുള്ളതാണ്. അതിന് ബലമായി പിടിക്കാനുള്ള ഇത് മുനയില്ലാത്ത മുനയില്ലാത്ത ആയുധമാ. ഇതിനകത്ത് ജീവൻ ബാബു IAS എന്ന് പറയുന്ന ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയാണ് ഈ ചർച്ചയ്ക്ക് ബലമായി വെക്കുന്നത്. ആ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഏതു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത് എന്ന് നാളെ ഫയൽ റൈസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. കാര്യം ഈ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളല്ല. ഈ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അദ്ദേഹം ഈ ഫയൽ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ വളരെ ഇൻഡിഫറൻ്റായി ഇത്രയും വിവാദമായൊരു വിഷയത്തിൽ വളരെ ഇൻഡിഫറൻ്റായി ഒരു IAS ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഇങ്ങനെ വിവരാവകാശത്തിൻ്റെ പേരിൽ ഒരു മറുപടി കൊടുക്കില്ല. ഇത് വ്യക്തമായി ഗവൺമെന്റിലുള്ള ഫയലാണ്. മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ബലമായി നമ്മൾ എടുക്കേണ്ടത്. മറ്റത് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രപ്പോസൽ അസോസിയേഷൻ ബാർ അസോസിയേഷൻകാർ തന്നിരുന്നു, അത് 18 ആക്കണമെന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ് പറഞ്ഞത് ബാബു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു 25 കുറയ്ക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പം പറഞ്ഞ എഴുതി കൊടുത്ത രേഖയിലും ബാറുടമകളുടെ ആരോപണമായ രീതിയാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ നിലപാട് എന്ന രീതിയിലേക്ക് ആവശ്യം താങ്കൾ പറയും. അല്ല, ഞാൻ പറഞ്ഞു തന്നോട്ടെ, എന്റെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ടേ? എന്റെ ഒരു വാക്ക് പെട്ടെന്ന് പറയാം. ബാറുടമകൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതാണ്. അവരുടെ ആവശ്യം 18 ആക്കുക എന്നുള്ളതാണ്. ആ എക്സൈസ് കമ്മീഷണറും സെക്രട്ടറിയും എല്ലാവരും കൂടി എടുത്ത മന്ത്രി കൂട്ടമായി എടുത്ത തീരുമാനത്തിൽ അത് 23 ആക്കി. അവരുടെ ആവശ്യം 18 ആണ്. 18 ആക്കാത്തതിന്റെ വൈരാഗ്യമാണ് ഇപ്പൊ തീർക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ എക്സൈസ് കമ്മീഷണർ അവിടെ മുന്നോട്ട് വെച്ച ഒരു 7 വർഷമായിട്ട് ലൈസൻസ് പുതുക്കുന്നില്ല, 7 വർഷമായിട്ട് ലൈസൻസ് പുതുക്കുന്നില്ല, 25 എന്ന നിലയിലേക്ക് അതിനപ്പുറമുണ്ട്. കാര്യം പറയാണ്, എന്റെ വാക്ക് പറയട്ടെ, എൻ്റെ മൗത്തിൽ കയറി പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു ഗവൺമെൻറ് ഒരു സംഘടനയുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നതും അംഗീകരിക്കില്ല, ഗവൺമെൻറ് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കെ ബാബു സ്വന്തമായി ബിജു രമേശിനെ ഓഫീസിൽ വിളിച്ചു വരുത്തി, അപ്പോഴേ നിങ്ങളുള്ളതിന് തന്നേരെ, നിങ്ങൾക്ക് ഞാൻ ഇത്രയാക്കി തരാം എന്ന് ബാബു പറഞ്ഞ ഒരു മിനിറ്റ്സോ രേഖയാണെങ്കിൽ ബാബു അഴിമതി കാണിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ ബാബു അഴിമതി കാണിച്ചു. ഇത് പ്രീ ബഡ്ജറ്റിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരുമായി സെക്രട്ടറി, കമ്മീഷണർ തുടങ്ങിയ ഒരു കാര്യവുമില്ല. അല്ല, ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയിരുന്ന് എടുത്ത തീരുമാനം, ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ച് ഒപ്പിട്ട് പോയ മിനിറ്റ്സ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശിവൻ പടത്തിൽ കൂടി എന്തായാലും ഉണ്ട്, അദ്ദേഹത്തിലൂടെ കൂടി പോകണം. കാരണം ഇതിന്റെ ഗൗരവം എല്ലാ അർത്ഥത്തിലും എന്തായാലും അദ്ദേഹത്തിന് കണ്ടാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന വ്യക്തിയാണ് ശിവൻ പടത്തിൽ. എന്തായാലും അദ്ദേഹത്തിലൂടെ പോകണം. എനിക്ക് ശ്രീ ശശിധര പ്രസാദ് പറഞ്ഞത് ഈ ജീവൻ ബാബു IAS അദ്ദേഹം കണ്ടിട്ടില്ല. ഈ ജീവൻ ബാബു IAS എക്സൈസ് വകുപ്പിലെ വിവരാവകാശത്തിന്റെ അപ്പീൽ അധികാരിയാണ്. അതിലപ്പുറം അപ്പീലില്ല. അതായത് രണ്ട് കാര്യം ചോദിച്ചോട്ടെ, കാരണം എല്ലാവരും വസ്തുതയിലേക്ക് പറയാം. ബാബുവിന്റെ മൊഴിയിൽ കൃത്യമായിട്ട് പറയുന്നത് 2013 ഫെബ്രുവരി 4 മീറ്റിംഗ്, ആ മീറ്റിംഗ് എന്താണ്? പ്രീ ബഡ്ജറ്ററി മീറ്റിംഗ് ആണ്, എല്ലാ വർഷവും കൂടുന്നതാണ് എന്ന്. അത് ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ നിവേദന പ്രകാരമാണ് എന്നും ബാബു പറയുന്നു. ഈ വിവരാവകാശ അധികാരിയുടെ ഉത്തരം എന്താണെന്നറിയോ? 2013-14 സാമ്പത്തിക വർഷത്തിലെ എക്സൈസ് വകുപ്പിന്റെ ബജറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി ഒരു പ്രീ ബജറ്റ് മീറ്റിംഗ് കൂടിയിട്ടേയില്ല. രണ്ട് ബാറുടമകൾ ഉന്നയിച്ച ആരോപണം, ഇതാ ഞങ്ങളുടെ ലൈസൻസ് ഫീസ് കൂട്ടാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങളെ
ആകർഷിച്ചു കൊണ്ടുവന്നിട്ട് കാശ് വാങ്ങിയതാണ്. ഇത് 18 ലക്ഷം ആക്കിയിരുന്നെങ്കിൽ അത് ഇത് പറയില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ് ഒരു പക്ഷേ ബലപ്പെടുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതാണ്. അതെ അത് ശരിയായിരിക്കും. കാരണം കുറച്ചുകൂടി കുറച്ചാൽ അവർക്ക് കൂടുതൽ അത് ശരിയാണ്. പക്ഷെ കാശ് വാങ്ങി എന്നുള്ളത് ഇനിയിപ്പോ എന്താ തെളിവ് വേണ്ടത്? എന്തായാലും ശ്രീ ശിവൻ മഠത്തിൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും വേണം. കാരണം താങ്കളിലേക്കാണ് എന്തായാലും അതിന്റെ ബാധ്യത വരുന്നത്. ശരത് പ്രസാദ് ഉന്നയിച്ച സംശയത്തിനും ഇതൊരു പക്ഷേ ലാഘവത്തോടു കൂടി കാര്യങ്ങളെ തള്ളിക്കളയേണ്ട വിഷയമാണോ? ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ ശിവൻ മഠത്തിൽ ഇവിടെ എന്തായാലും ഉന്നയിച്ച വാദഗതികൾ അത് സ്പഷ്ടമായി രേഖകൾ പ്രകാരം മുന്നിലേക്ക് എത്തുമ്പോൾ അതിലെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷേ കെ മാണിയോട് സ്വീകരിച്ച കേസിലെ എടുത്ത സമീപനങ്ങൾ അത് നിയമപരമായ തലത്തിൽ ഹൈക്കോടതി, വിജിലൻസ് കോടതിയിലടക്കം ചെന്നപ്പോൾ സർക്കാരിന് കിട്ടിയ വലിയ തോതിലുള്ള തിരിച്ചടി അതൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ന് ബാബുവിൻ്റെ കാര്യത്തിലുള്ള ഈ പ്രഥമ ദൃഷ്ട്യാ ഉള്ള അന്വേഷണം, അവിടെ സ്വീകരിക്കാതെ പോയ കാണാതെ പോയ നടപടിക്രമങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ എങ്ങനെ നമുക്ക് അത്ര ലാഘവത്തോടുകൂടി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളാണോ? ഓരോന്ന് വരുന്ന കാര്യങ്ങളും നാളെയോ അല്ലെങ്കിൽ മറ്റൊരു നാളോ നിയമപരമായ തലത്തിലേക്ക് പോകുമ്പോൾ വലിയ തിരിച്ചടിയായി സർക്കാരിന് മുന്നിലേക്ക് ഭവിക്കില്ലേ? അല്ല, ആദ്യമായി ആമുഖമായിട്ട് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു സാങ്കേതികപരമായി വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് ഉന്നയിക്കാം. പക്ഷേ ഈ റിപ്പോർട്ട് ശ്രീ ജീവൻ ബാബു IAS അഡീഷണൽ എക്സൈസ് കമ്മീഷണർ അപ്പലട്ട് അധികാരമുള്ള ഒരാളാണ്. അങ്ങനെ വളരെ ലാഘവത്തോടെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല. മാത്രവുമല്ല, ആ റിപ്പോർട്ട് കൊടുത്തതിൽ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായി നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം, ഈ മീറ്റിംഗ് കൂടി ഈ പറഞ്ഞ തുകയെ സംബന്ധിച്ച് 18 ലക്ഷമാണെന്ന് ബാർ ഉടമകൾ ആവശ്യപ്പെടുന്നു. 7 വർഷമായിട്ട് ഫീസ് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് കൂട്ടണമെന്ന നിർദ്ദേശം എക്സൈസ് കമ്മീഷണർ വയ്ക്കുന്നു. ആ ചർച്ചകൾക്കെല്ലാം ശേഷം അദ്ദേഹം അത് ഫീസ് കുറച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നടപടി എടുക്കുന്നു. ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. ഈ വസ്തുതയിലൊന്നും തന്നെ ശ്രീ ജീവൻ ബാബു എന്തെങ്കിലും തിരിമറി നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തതിൽ തെറ്റുണ്ടായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കില്ല. കാരണം അപ്പലറ്റ് അതോറിറ്റി നില അദ്ദേഹം ഉത്തരവാദിത്തോടു കൂടെ മാത്രമേ ഈ കാര്യത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയത്തിന് ബാക്കി നിൽക്കുന്നില്ല. ഇനി ചോദിച്ച ചോദ്യം, നിയമപരമായി അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ഇപ്പോൾ ഒരു അഭിഭാഷക നില ഞാൻ പറയുന്നില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഓരോ ദിവസവും പുറത്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ സൂചനകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അത് ഈ നേരത്തെ ശ്രീ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടത്ത് നിന്ന് പാലായിലേക്ക് യാത്ര പോയതുപോലെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് തൃപ്പൂണിത്തുറയിലേക്കുള്ള യാത്രയ്ക്കുള്ളൊരു ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാദത്തിന് വേണ്ടതെങ്കിൽ പറയാം അദ്ദേഹം നിരപരാധിയാണ്. ഒരു വാക്ക് സമയക്കുറവുണ്ട്. ഒരു വാക്ക് 10 സെക്കൻഡിൽ. കാരണം അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. മന്ത്രി ഒഫീഷ്യലി രേഖാമൂലം ഒപ്പിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണോ, അജിത് കുമാർ എന്ന ടാക്സ് സെക്രട്ടറി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണോ, വിവരാകാശത്തിന് കൊടുത്ത മറുപടിക്കാണോ ഗൗരവം കൂടുതൽ? ഒരു കാര്യം കാരണം അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണോ? ആ പറയുന്ന യാത്ര പോകേണ്ട, അതായത് കൺക്ലൂഷൻ അത് തെറ്റാണ്. ആ പറഞ്ഞത് അങ്കമാലി വരെ പോകണം, അല്ലാണ്ട് തൃപ്പൂണിത്തുറയിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് തോറ്റു. ഇനിയിപ്പോ അങ്കമാലി വരെ പോയി ബാബുവിന് രക്ഷയില്ലാത്തൊരു അവസ്ഥ, അതുവഴി പുതുപ്പള്ളിയിൽ വരെ പോകേണ്ടി വരുമോ എന്നുള്ള ചർച്ചയിൽ വളരെ വ്യക്തമാണ് ശ്രീ ശിവൻ മഠത്തിൽ. ഒപ്പം തന്നെ സമയക്കുറവുള്ളത് കൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ്, ഒപ്പം തന്നെ PM മനോജ് മാധ്യമപ്രവർത്തകൻ, ഒപ്പം ചർച്ചയിൽ പങ്കുചേർന്ന ജോസഫും പുതുച്ചേരി കേരള കോൺഗ്രസ് നേതാവ്. ബാബുവിന്റെ വിഷയമാണ് ഇന്ന് പുറത്തു വന്ന സ്റ്റേറ്റ്മെന്റിൽ മുൻനിർത്തിയുള്ള വാദഗതികളാണ് നടന്നത്.